പൂക്കി. ലോകം പൂക്കികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കേരളം മാത്രമല്ല. പണ്ടൊക്കെ കളിക്കൂട്ടുകാരിയായിരുന്നു. എടാവേ നീ പാട്ട് നിർത്ത്, ഇല്ലെങ്കിൽ തിരമാല വരെ ഇവിടെ നിന്ന് ഓടിപ്പോകും. പിന്നീട് അത് എവല്യൂഷൻ സംഭവിച്ച് ബെസ്റ്റികളായി മാറി. ഇപ്പോൾ അത് പൂക്കി. അപ്പൊ ഗൈസ്, ലോകം അടക്കി വാഴുന്ന പൂക്കികളെ നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പൊ വീഡിയോ അവസാനം വരെ കാണുക. എനിക്ക് നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. ഇത് പൂക്കികളല്ല, പൂക്കനും പൂക്കനും. ഇങ്ങനൊക്കെ ചെയ്ത ലൈക്കും ഫോളോവേഴ്സ് ഒക്കെ കിട്ടൂ എന്ന് കരുതി ഞാനൊന്നും ഇങ്ങനെ ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. അയ്യേ, നമുക്കൊരു വിലയില്ലടേ. ആകെ സമാധാനം എന്ന് പറയുന്നത് ജിമ്മുകളിലാണ്. ജിമ്മുകളിൽ പോകുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടും. പൂക്കനും പൂക്കിയൊന്നും അവിടെ ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഇപ്പോ ഇവരൊക്കെ ജിമ്മിനാണോ വരുന്നത് അതോ വേറെ എന്തെങ്കിലും പരിപാടിക്കാണോ എന്ന് വരെ സംശയം. എവിടെയോ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ. എന്നെയോ? ആ, ഞാൻ പുറത്തിറങ്ങാറില്ല. അവന്റെ കയ്യിലെ കോഴിമുട്ട പുഴുങ്ങി വെച്ച മസിൽ കണ്ടാൻ അറിയാം ഇവൻ ജിമ്മിന് വരുന്നത് വർക്കൗട്ട് ചെയ്യാനല്ലാന്ന്. പിന്നെ മറ്റവള് അവളുടെ ബനിയനിലുണ്ട് അവൾ ആരാണെന്ന്. ഇവനെ ശ്രദ്ധിച്ചോ, ഇവനാള് ശരിയല്ല. അവന്റെ മസില് കണ്ടോനറിയാം. പോയി ഗൈസ്, നമ്മുടെ ജിമ്മെല്ലാം അതുമ്പതിച്ചു പോയി. ആകെ കിട്ടിയെടുത്ത സമാധാനം ജിമ്മുകളിലായിരുന്നു. അവിടെ അടക്കം പൂക്കി ശല്യം കൂടിയിരിക്കുന്നു ഗൈസ്. വർക്കൗട്ട് ചെയ്യടാ, നിനക്കൊക്കെ അവസാനം വർക്കൗട്ട് ചെയ്യാൻ ഡമ്പല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവളുമാരൊക്കെ പോവും. ഇതും റീച്ച് ഒന്നുമില്ലല്ലോ. നേരത്തെ കണ്ടാൽ പറ്റിയ ജിമ്മിനും ജിമ്മത്തിനും വീഡിയോ ആണെങ്കിൽ 24K വ്യൂസും ഇവന്റെ വീഡിയോ ആണെങ്കിൽ 34K വ്യൂസ്. അധികം വ്യൂസ് ഒന്നും ഇല്ല. നല്ല വെറുതെ പൊക്കി കളിക്കാം. പൊക്കി അയ്യ. എന്താ എന്താ മുളുസേ, മുട്ടുന്നുണ്ടോ? അയ്യോ അമലക്ക സാറേ, എന്നോട് ക്ഷമിക്കണേ. എന്റെ കോളേജ് സാറുണ്ടേ, ആളെന്നെ പന്നിക്കിടും. അമലാക്ക വീഡിയോ പോസ്റ്റ് ചെയ്ത 5 സെക്കൻഡിന്റെ ഉള്ളിൽ മൂപ്പരാളുടെ കമന്റും ലൈക്കും അവിടെ വരും. സാറേ, എന്നെ പ്രാഗല്ലേ. മാലിനി, ഞാനിത് സൊല്ലിയാവണോ? നീ അവളോ മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ലൈക്കൊന്നും അത്ര ഉണ്ടാവില്ല. ഇതിപ്പോ എന്താ പത്ര ഉള്ളത്? വ്യൂവേഴ്സ് നോക്കട്ടെ, 8 മില്യൺ വ്യൂവേഴ്സാ. ചെവിയിൽ വെക്കണ സാധനം ആട്ടി കൊണ്ടാണോ? എന്റെ ഫ്രണ്ടിനെ വിളിക്കട്ടെ. ഹലോ, എടി നിന്റെ മറ്റേ സാധനം ഇല്ലേ? എന്താ ഇനി പറയാ? എടി മറ്റേ അമർത്തിയ പൊന്തണ സാധനം നിന്റെ. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. വൃത്തിട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കെട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഞാൻ ഇവിടെ രാവിലെ മുതൽ ആന്തിയോളം കാണുന്നത് കൊരച്ചിട്ട് എനിക്ക് കിട്ടണത് 10K വ്യൂസും 200 ലൈക്കും. അത് കിട്ടിയാ കിട്ടി. എന്നെ ഉണ്ടറാ പൊന്തണ സാധനം.
ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Will he give up? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. അവളുടെ ലൈറ്റ് കത്തില്ല, എന്റെ ലൈറ്റ് കത്തും. എനിക്ക് താടാ, എനിക്ക് വേണം 10K വ്യൂസ്. 10K വ്യൂസ് താടാ. 10K അല്ല, 8 മില്യൺ വ്യൂസ് താടാ. പാട്ടികളെ താടാ, 8 മില്യൺ വ്യൂസ്. നല്ല രസമുണ്ട്. ഓടാ എടാ ഞാൻ പൂക്കിയടാ, ഞാൻ എന്റെ പൂക്കിയ കുറ്റം പറഞ്ഞ നടന്ന കാര്യമില്ലടാ. ടാഗ് യുവർ മയ്യോ. ബംഗാളിക്ക് വരെ പെണ്ണ്. വെറുതെ അല്ലടാ, ഈ സാധനം ഒന്നും വാങ്ങാത്തോണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്. बताओ, सिग्मा नहीं हो ना, पूकी हो ना, साफ पता लगा। 8 മില്യൺ വ്യൂസാ പുതപ്പിനുള്ളിൽ കിടന്നിട്ട്. बताओ, सिग्मा नहीं हो ना, पूकी हो ना, साफ पता लगा। ദിഗംബരനോ? അടുത്തത് भाई देखो ना कितने क्यूट है। क्या दीदी बच्चों वाली हरकत कर रहे हो? अभी तुम बड़े हो गए, थोड़ी तो मैच्योरिटी दिखाओ. ബഡേ ഹോ ഗയ, തോടി മെച്ചൂരിറ്റി കാണിക്കാൻ. ഓടാ, ഞാനൊന്നും എന്നെ പോലെ ആയിരുന്നു കുറച്ചു നേരം മുമ്പ്. ഇപ്പൊ മാറി, ഞാൻ പൂക്കിയായി. എടാ പൊന്തക്കാട്ടിലും പൂക്കി. സ്റ്റാച്ചു ഇനിയാണെങ്കിൽ നീ മങ്കിയാണേ. നിന്റെ ഈ പൂക്കി സ്വഭാവം വെച്ചാണ് ചേട്ടൻ തൂക്കിയത്. എങ്ങനെയെങ്കിലും ചേട്ടനെ കൺവിൻസ് ചെയ്തേ പറ്റുള്ളൂ. അയ്യേ, എനിക്ക് വേണ്ട 90s എന്റെ മിട്ടുവിന്റെ അച്ഛൻ നീയല്ലേ? മിട്ടുവിന്റെ അച്ഛൻ ഞാൻ തന്നെ. നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കാനൊക്കെ എനിക്കറിയാം. എന്റെ വീട്ടിൽ കിച്ചൺ സെറ്റ് ഉണ്ടല്ലോ, നമുക്ക് അത് വെച്ചങ്ങ് ജീവിക്കും. ഈ കിച്ചൺ സെറ്റും കൊണ്ട് വന്നിട്ടേ നീയൊക്കെ വിശക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നും. അയ്യേ, എനിക്കും വേണടാ മിട്ടുവിനെ. വണ്ടേ കിച്ചൺ സെറ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഈ ചോറിട്ട് തിന്നും. എടി ചേട്ടൻ എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. എങ്കി വാ, നമുക്ക് മാറിയിരിക്കാം. ചേട്ടൻ ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. അയ്യോ, നിങ്ങളെവിടെ പോണ്? എനിക്ക് എവിടെ അടുത്താണ് ഒറ്റയ്ക്ക് സംസാരിക്കാണെന്ന് പറഞ്ഞു. പാചകമൊക്കെ അറിയാം. മാഗി, ഇപ്പി, പിന്നെ ബ്രെഡില് ജാമൊക്കെ തേക്കാൻ അറിയാം. പിന്നെ മഞ്ഞക്കുരു പൊട്ടാതെ ബുൾസേടി. ഇതെന്തൊരു കയ്യിലിരിക്കണത്? നിങ്ങളടുത്താണ്. അത് മിട്ടു, എന്റെ അവന്റെ മോനാണ്. ഇതിന്റെ വയറെന്തെങ്കിലും ഒട്ടിക്കിടക്കണം. നിങ്ങൾ അതിന് കുടിക്കണമെന്ന് കൊടുക്കൂര്. അവിടെ തിരിഞ്ഞില്ല, ഞാൻ പാല് കൊടുക്കട്ടെ. എന്റെ മിട്ടൂന് ഇന്നത്തെ പാല് കിട്ടിയല്ലോ. നിന്റെ ചേട്ടനും എന്റെ ടീമാണ്. എനിക്ക് മിട്ടു പെട്ടതില്ലാത്തോണ്ടാണ് ഞാൻ റീച്ച് ആവാത്തത്. എനിക്ക് മിട്ടുനെ വേണടാ. ആയിക്കോട്ടെ മിട്ടു, മൈ മിട്ടു ഈസ് ഹിയർ. കം ഓൺ മിട്ടു, സിറ്റ് ഹിയർ. ഞാൻ ബുക്ക് ചെയ്യടാ. ഇനി ഞാൻ റീച്ച് ആവും. ഇനി എന്നെ പിടിച്ചാൽ കിട്ടില്ലടാ. നിങ്ങൾ വിചാരിക്കും ഞാൻ പൂക്കിയായി മാറിയെന്ന്. ഒരിക്കലും ഇല്ല ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് കിളി പോയതാ പൂക്കി റീൽസ് കണ്ടിട്ട്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേടല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കിടന്ന് കുറച്ചില്ല ഞാൻ. അതുകൊണ്ട് ലൈക്ക്, കമന്റ്, ഷെയർ ഉറപ്പ് വരുത്തുക. ഗൈസ് പോലെ എനിക്കൊരു കാര്യം പറയാണ്ട്. അതിലെ അവസാനത്തെ 2 വാക്ക് അത് സത്യത്തിൽ എന്റെ മനസ്സൊടച്ചു കളഞ്ഞു.